നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹാരി കെയ്നിൻ്റെ ഒരു അവസ്ഥ നോക്കണേ. അദ്ദേഹം ടോട്ടൻഹാം ഹോട്ട്സ്പർ വിട്ട് ബയൺ മ്യൂണിക്കിലേക്ക് ചേക്കേറിയത് മേജർ ട്രോഫികൾ നേടുക എന്ന ലക്ഷ്യത്തോടെയാണ്. ട്രോഫികൾ ഇങ്ങനെ വാരിക്കൂട്ടിയിരുന്ന ഒരു ബയൺ മ്യൂണിക്ക്. പക്ഷേ ഈ സീസണിൽ നമ്മൾ അതല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കുക, ഇപ്പോൾ ഈ സീസണിൽ ഓൾറെഡി ബയണ് 2 പ്രധാനപ്പെട്ട കോമ്പറ്റീഷനുകളിൽ നിന്ന് നോക്ക്ഡ് ഔട്ട് ആയി കഴിഞ്ഞു. പിന്നെ ബൂണ്ടസ് ലീഗ കിരീടം എന്നുള്ളത് മാത്തമാറ്റിക്കലി അവരുടെ കയ്യിൽ നിന്ന് പോയ മട്ടാണ്. ലെവർക്യൂസന് അടുത്ത മത്സരം വിജയിക്കുകയാണെങ്കിൽ ഏതാണ്ട് ആ ഒരു ടൈറ്റിൽ റേസ് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗാണ് പ്രതീക്ഷ. ഏതായാലും വല്ലാത്തൊരു അവസ്ഥയിലാണ് ഹാരി കെയ്ൻ എന്ന് തന്നെ പറയാം. അദ്ദേഹം കിരീടം മോഹിച്ചെത്തിയിട്ട് ഇവിടെ കിരീടങ്ങളൊക്കെ കൈവിടുന്ന അവസ്ഥ. അദ്ദേഹം ഇന്നലെയും ഗോൾ അടിച്ചു, പക്ഷേ ടീം തോറ്റു. വീണ്ടും ബയൺ തോറ്റിരിക്കുന്നു. 3-2 ഇന്നലെ ബയൺ മ്യൂണിക്ക് എയ്ഡൻ ഹീമനോട് പരാജയപ്പെടുന്നത്. കളിയിൽ ഹാരി കെയ്ൻ വീണ്ടും ഗോൾ അടിച്ചിരുന്നു. ഹാരി കെയ്നും സെർജി ഗ്നാബ്രിയും ഗോൾ അടിച്ചു, പക്ഷേ 3-2 കളി തോറ്റു. ഈ സീസണിൽ ഹാരി കെയ്ൻ്റെ ഗോളടിയുടെ കണക്കുകൾ കൂടി ഒന്ന് നോക്കുന്നത് നന്നാവും. അദ്ദേഹമാണ് ബൂണ്ടസ് ലീഗയിൽ ഗോളടിയിൽ മുന്നിലുള്ളത്. അദ്ദേഹത്തിന് തൊട്ടരികിൽ പോലും ആരുമില്ല. 32 ഗോളുകളാണ് കെയ്ൻ ഇതുവരെ ബൂണ്ടസ് ലീഗയിൽ ഈ സീസണിൽ നേടിയിരിക്കുന്നത്. രണ്ടാമതുള്ള താരത്തിന് സെർഹാവ് ഗിറാസിക്ക് 24 ഗോളുകളേ ഉള്ളൂ. ലൂയിസ് ഒപ്പൻ്റെക്ക് 21 ഗോളുകളേ ഉള്ളൂ എന്ന കാര്യവും ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ ഗോളടിച്ച് കൂട്ടുന്നുണ്ട് ഹാരി കെയ്ൻ. കിരീട സ്വപ്നം ഇത്തവണയെങ്കിലും പൂവണിയുമോ? നിലവിലെ സാധ്യത അനുസരിച്ച് അത് വളരെ വളരെ റെയറായ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.